ഗ്രാമപഞ്ചായത്ത് തഴഞ്ഞ വയോധികയായ മത്സ്യബന്ധന തൊഴിലാളി കാഞ്ചനയ്ക്ക് വള്ളവും വലയും വാങ്ങി നൽകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഉറപ്പ്. മാധ്യമങ്ങളിൽ വാർത്തയായതിനെ തുടർന്നാണ് സുരേഷ് ഗോപിയുടെ ഇടപെടൽ. കാർളം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 50 വർഷത്തിലധികമായി മത്സ്യബന്ധനം നടത്തി വന്നിരുന്ന കാഞ്ചന ആദ്യകാലത്ത് ഭർത്താവ് ശിവരാമനൊപ്പമാണ് മത്സ്യബന്ധനം നടത്തിയിരുന്നത്. 10 വർഷം മുൻപ് ഭർത്താവ് മരണമടഞ്ഞതോടെ തനിച്ച് സ്വന്തമായുള്ള ഒരു വള്ളത്തിലായിരുന്നു മത്സ്യബന്ധനത്തിന് പോയിരുന്നത്. ഗ്രാമസഭയിൽ അർഹത നേടി ഉപഭോക്തൃവിഹിതം അടച്ച ശേഷം പദ്ധതി ഉദ്ഘാടനത്തിന് 2 ദിവസം മുൻപ് അർഹതയില്ലെന്ന് കാണിച്ച് ഗുണഭോക്തൃവിഹിതം തിരിച്ചു നൽകുകയായിരുന്നു. തുടർന്ന് BJP ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട, മണ്ഡലം വൈസ് പ്രസിഡന്റ് രാമചന്ദ്രൻ കോവിൽപ്പറമ്പിൽ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രിയ അനിൽ, ഗ്രാമപഞ്ചായത്ത് അംഗം അജയർ തറയിൽ എന്നിവരുടെ നേതൃത്വത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽ വിഷയം കൊണ്ടുവന്നതിനെ തുടർന്നാണ് വള്ളവും വലയും വാങ്ങി നൽകുമെന്ന് സുരേഷ് ഗോപി അറിയിച്ചത്. കുറച്ചു ദിവസം മുൻപ് കാഞ്ചന ചേച്ചി ഒരു വള്ളവും വലയും വാങ്ങാൻ വേണ്ടി അപേക്ഷ കൊടുത്തിരുന്നു. സബ്സിഡി കഴിച്ചുള്ള തുക 7500 രൂപ കാഞ്ചന ചേച്ചിയിൽ നിന്നും ബന്ധപ്പെട്ടവർ കൈപ്പറ്റി. വള്ളവും വലയും കിട്ടുമെന്ന് ധരിച്ചിരുന്ന കാഞ്ചന ചേച്ചിക്ക് നിർഭാഗ്യകരമെന്ന് പറയട്ടെ, വള്ളവും വലയും ലഭിച്ചില്ല എന്ന് മാത്രമല്ല, അവർ വളരെ വേദനയോടുകൂടി സംസാരിക്കുന്ന ഒരു വാർത്ത ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ഞങ്ങൾ സഹപ്രവർത്തകർ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ഇത് മുഴുവൻ പഠിച്ചതിന് ശേഷം അദ്ദേഹം അവരുടെ ക്ഷേമനിധി ബോർഡിൽ അവർ മത്സ്യ തൊഴിലാളിയുമായി ബന്ധപ്പെട്ട ക്ഷേമനിധിയിൽ പണമടയ്ക്കുന്നുണ്ട്. അവർ കൊടുത്ത അപേക്ഷകളുടെ കോപ്പികളാണിത്. അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ 7500 രൂപ അവരത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെ ആയ നിലയ്ക്ക് ഈ വള്ളം തീർച്ചയായിട്ടും കാഞ്ചന ചേച്ചിക്ക് അർഹതപ്പെട്ടതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലത് തോന്നുകയും അദ്ദേഹം അങ്ങനെ കാഞ്ചന ചേച്ചിക്ക് ആ വള്ളവും വലയും കൊടുക്കാമെന്നുള്ള വിവരം ഞങ്ങളെ അറിയിക്കുകയും അപ്പോൾ ഞാൻ കാർളം പഞ്ചായത്തിൽ അവരായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കേണ്ടി വന്നു. ആ സമയത്ത് കൃപേഷേട്ടൻ വിളിച്ച് എന്നോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അപ്പോൾ ഒരു വീഡിയോ കണ്ടു, അതിൻ്റെ പേരിൽ വിളിച്ചതാണെന്നും പറഞ്ഞു. അവിടുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്താ പറയുക, എനിക്ക് സങ്കടം കൊണ്ട് പറയാൻ പറ്റണില്ല. ഇങ്ങനെ സുരേഷ് ഗോപി സാറിന് നന്ദി ഞാൻ